പള്ളിയിൽ ഇന്ന് ആൾക്കാർ കുറവായിരുന്നല്ലേ സണ്ണിച്ചായ? ഇപ്പൊ ഈ വെളുപ്പാങ്കരത്തൊക്കെ ആരാ ജെസ്സി ഏറ്റു പള്ളി വരുന്നത്? പിന്നെ എല്ലാരും ഇപ്പൊ നിങ്ങളെപ്പോലാണോ? എന്നാ നല്ല കുർബാനയായിരുന്നു ഇന്നത്തെ. സണ്ണിച്ചായന് തോന്നിയോ അങ്ങനെ? അല്ലെങ്കിലും രാവിലെ ഒരു കുർബാന കണ്ടു കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖം. അതെ. 2 ആഴ്ചയായി ജോയിൽ പള്ളി വന്നിട്ട്. ഞാൻ പറയുന്നതും അവൻ കേൾക്കത്തില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇന്നത്തെ കാലത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ ജെസ്സി. അവന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വമൊക്കെ വരുമ്പോ ദൈവവിശ്വാസം തനിയേ വന്നോളൂ. നിങ്ങൾ ഒറ്റ ഒരാളെ കേട്ടോ അവൻ ഇങ്ങനെ വഷളാക്കുന്നേ. അവസാനം നിങ്ങൾ തന്നെ പഠിച്ചോളും. ഓ ഇവനിപ്പോഴാണ് എഴുന്നേക്കുന്നത്. എടാ മോനെ ജോയലേ, നീ എത്ര ദിവസമായി പള്ളി വന്നിട്ട്? കണ്ടോ, ഞാൻ ചോദിച്ചിട്ട് അവന് വല്ല കൂസലുണ്ടോ നോക്കിയേ. അവൻ അടുത്ത ആഴ്ച മുതൽ പള്ളി വന്നോളൂ. അടുത്ത ആഴ്ച മുതൽ പള്ളി പോകണം കേട്ടോ. മോനെ, ആഴ്ചയിൽ ഒരു ദിവസേലും പള്ളി പോണ്ടേ? നിന്റെ പ്രായത്തിലുള്ള എത്ര കുഞ്ഞുങ്ങളാ എല്ലാ ദിവസവും പള്ളി പോന്നേ? ആ തുടങ്ങി പള്ളി പോണെന്ന് മമ്മി എന്തിനാ വാശി പിടിക്കുന്നേ? ഞായറാഴ്ച കടമുള്ള ദിവസമാണ്. പള്ളി പോയില്ലെങ്കിൽ പാപം കിട്ടും കേട്ടോ. ഓ, എന്തോന്നു പാവം. പണ്ട് ആരാണ്ട് എഴുതി വെച്ചത് കേട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമല്ല. എടാ ജോയലേ, നീ ഇത് എന്നതാടാ പറയുന്നേ? പണ്ട് ചെറുപ്പത്തിൽ പള്ളി പോകാൻ നിനക്ക് എന്നാ ഇഷ്ടമായിരുന്നു. ആ നീയാണോടാ ഇത്? മതി അവനെ ഉപദേശിച്ചത്. നീ അകത്ത് കയറി വല്ല പണിയുണ്ടെന്നോ ചെല്ലേ. സാരമില്ല. ജോയില് എങ്ങോട്ടാ? കോളേജിലേക്കാ? ആ, ഒരു അടിപൊളി സ്ഥലമുണ്ട്, വാ കേറ്. ഓ ഞാനെങ്ങൂലടാ, വീട്ടിലിറങ്ങിയ സീനാവും. നീ കോളേജിൽ പോയെന്ന് വീട്ടുകാർ പോയി അന്വേഷിക്കത്തൊന്നുമില്ല, വാ കേറ്. ഓ ഇല്ലടാ, നിങ്ങൾ പൊക്കോ. നീക്ക് വാടാ ഇങ്ങോട്ട്. എടാ വന്ന് എടാ നിങ്ങൾ പൊക്കോടാ, ഞാനില്ല. കേറ്. എടാ എനിക്ക് കോളേജിൽ പോണടാ. എടാ അവൻ കേറി, നീ വണ്ടി എടുക്ക്. വിട് പോട്ടെ. എടാ ഇതേതാ സ്ഥലം? ഇവിടെ എന്നാ കാര്യം? അതൊക്കെയുണ്ട്, നീ വാ. എഴുന്നേക്ക്. ഇനി നീ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അടിപൊളിയാ. സാമ്പിള് മാത്രം ഫ്രീ, പിന്നെ നീ പൈസ തരേണ്ടി വരും. എടാ ഇപ്പൊ തന്ന സാധനം എനിക്ക് ഒന്നും കൂടെ വേണം. ഇനിയിപ്പോൾ അത് വെറുതെ തരാൻ പറ്റില്ല മോനെ, കാശ് വേണം. ഉണ്ടോ നിന്റെ കയ്യിൽ?
ഈ പൈസക്ക് ഞാൻ നിനക്ക് വേണ്ടി ബീഡി വാങ്ങിച്ചു തരാം. നീ പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ ഇത് കൂട്ടെ ഒരു കെട്ടെങ്കിലും വേണ്ടി വരും മോനെ. ഈ പൈസക്ക് ഞാൻ നിനക്ക് വേണ്ടി ബീഡി വാങ്ങിച്ചു തരാം. നീ പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ ഇത് കൂട്ടെ ഒരു കെട്ടെങ്കിലും വേണ്ടി വരും മോനെ. ജോയലെ, നീ കാശ് കൊണ്ടുപോടാ. നിനക്ക് എത്ര സാധനം വേണേലും തരാം. നീ ഞങ്ങളെ നോക്ക്. ഇതൊക്കെയാടാ ജീവിതം. ചെല്ലടാ, പോയി പൈസ കൊണ്ടുപോവാ. ചെല്ലേ. എന്നാ ജസി, ഇങ്ങോട്ട് വാ. സണിച്ചായ, അലമാരിൽ എന്നെ രണ്ടു പേന്റെ മാല കാണുന്നില്ല. എന്റെ മേശക്കകത്തിരുന്ന് ഇച്ചിരി പൈസയും കാണാനില്ല. കർത്താവേ, ഇനി വല്ല കള്ളന്മാരും കയറിയതാണോ? ആ കള്ളം വേറെ ആരുമല്ല ജസി, നമ്മുടെ മോൻ തന്നെ. നിങ്ങളല്ലേ ജോയലിന്റെ മാതാപിതാക്കൾ? അതെ സാറേ. എന്നിട്ട് ജോയലോടെ? അവൻ കോളേജിൽ പോയി സാറേ. കോളേജിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നുവെന്ന് നിങ്ങൾ ആരും അന്വേഷിക്കാറില്ലേ? അയ്യോ, എന്റെ മോൻ എന്നെ പറ്റിയേ? സാറേ, അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ സാറേ? തന്റെ പേരെന്താ? സണ്ണി. സണ്ണി, ഒരു കാര്യം ചെയ്യും, ഏതായാലും സ്റ്റേഷൻ വരെ ഒന്ന് വാ. മയക്കുമരുന്ന് കേസിൽ തന്റെ മോനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ മാതാവേ, പിന്നെ ഇയാളുടെ മകന്റെ ഒരു മാലയും കുറച്ച് പണവും കിട്ടിയിട്ടുണ്ട്. ഇയാളേതായാലും സ്റ്റേഷൻ വരെ ഒന്ന് വാ. നമ്മുടെ മോൻ കൈവിട്ടു പോയല്ലോ സണ്ണിച്ചായ. ഞാൻ ഇതിനെല്ലാം കാരണം അവന്റെ തെറ്റുകളും കള്ളത്തരങ്ങളും കണ്ടില്ലെന്ന് നടിച്ചു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാറേ, SI കാണാൻ. സാറേ, താനാ പയ്യന്റെ അപ്പനല്ലേ? അതെ. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? സണ്ണിന്നാ സാറേ. താനൊരു കാര്യം ചെയ്യ്, ഇരിക്കി, ഞാൻ സാറിനോടൊന്ന് പറയാം. സാറേ, പയ്യൻ്റെ അപ്പം വന്നിട്ടുണ്ട്. വരാൻ പറയും. ഓക്കെ സാർ. ആ സണ്ണി, ഇരിക്ക്. സാറേ, മോൻ്റെ കാര്യം. അത് പറയാനല്ലേ സണ്ണി വിളിപ്പിച്ചത്. ഇരിക്ക്. ഈ പ്രായത്തിലുള്ള മക്കളുള്ളപ്പോൾ മാതാപിതാക്കൾ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണ്ടേ? അതും പ്രത്യേകിച്ച് ആ മക്കളുടെ കാര്യത്തിൽ. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു സാറേ. സണ്ണി ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് പിള്ളേരെ വഴിതെറ്റിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോ അവരുടെ പല കാര്യങ്ങളിലും നമ്മൾ മാതാപിതാക്കൾ കണ്ണടച്ചാൽ എന്താവും അവസ്ഥ? തോമസ് സാറേ, ആ ജോയലിനെ വിളിച്ചേ.
ജോലിനെ കുറിച്ച് കോളേജ് ഞാൻ അന്വേഷിച്ചു. പഠിക്കാനൊക്കെ ഇവൻ എടുക്കണം. എങ്ങനെയോ അബദ്ധവശാൽ ഇവൻ ആ ഗ്യാങ്ങിൽ ചെന്ന് ചാടിയതാ. പിന്നെ ഇവന്റെ പ്രായം അതൊക്കെ ഓർത്ത് തൽക്കാലം ഞാൻ കേസ് എടുക്കുന്നില്ല. ഇനി ഇങ്ങനൊരു സാഹചര്യത്തിൽ ജോയലിനെ ഞാൻ കാണാൻ പാടില്ല. കേട്ടല്ലോ? ഇല്ല സാർ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം. സണ്ണി, നമ്മൾ കാട്ടിക്കൊടുക്കുന്ന വഴിയിലെ നമ്മുടെ മക്കൾ വളരൂ. അവരെ ദൈവഭയത്തിലും നേർവഴിയിലും നടത്തേണ്ടത് നമ്മളാ. അത് മറക്കരുത്. എങ്കിൽ പപ്പായും കൂട്ടി പോയിക്കോ. മോനെ, നമുക്കാകെയുള്ളൊരു ജീവിതം ഇത്. അത് നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാം. നിന്നെ നേർവഴിക്ക് നയിക്കാൻ നീ ഈശോയോട് പ്രാർത്ഥിക്കുക. നിന്റെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് വാ. ചെല്ല്. അച്ഛാ, ഞാൻ വലിയൊരു പാപിയാണ്. അമ്മയെ ചതിച്ചു, അപ്പൻ്റെ പണം മോഷ്ടിച്ചു. അങ്ങനെ ഞാൻ കള്ളനായി, ലഹരി ജീവിതം നശിപ്പിച്ചു. ഈ എന്നെ കർത്താവ് സ്വീകരിക്കുമോ? ജോയലേ, നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്ന ഈ ദിവസം നീ പുതിയൊരു മനുഷ്യനായി. ദൈവം നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. നീ നിന്റെ മാതാപിതാക്കളുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കണം. ഇന്ന് നിന്റെ ജീവിതം പുതുതായി തുടങ്ങുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.